കുഞ്ഞിന് ഒരു പ്രശ്നമാണെന്ന് അറിയുന്നത് മുതൽ ആകപ്പാടെ അപ്സെറ്റായി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് പേരൻസ്, അച്ഛനും അമ്മയും. ശരിക്കും ഇത് എന്താണെന്ന് തന്നെ അവർക്ക് അറിയത്തില്ല. ഒന്നുകിൽ കുഞ്ഞ് സംസാരിക്കുന്നില്ല, അല്ലെ കുഞ്ഞ് ഓടി നടക്കുന്നു, കുഞ്ഞ് നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല, നമ്മളെ നോക്കുന്നില്ല. അത് തന്നെ അവർ റിയലൈസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇച്ചിരി വൈകിട്ടും കൂടെ ആവാം. കാരണം കുട്ടി മിണ്ടുന്നില്ല എന്ന് പറയുമ്പം കുറച്ച് കഴിയുമ്പോൾ മിണ്ടിക്കോളും, 3-4 വയസ്സാകുമ്പോഴത്തേന് ശരിയായാൽ മതി എന്നൊക്കെ പറയും. അതും ശരിയാണോ? അല്ല. നമ്മൾക്കൊരു കാലയളവുണ്ട്. കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ 1 വർഷത്തിനകം നമുക്കൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, മൈൽ സ്റ്റോൺസ്. ആ 1 വർഷത്തിൻ്റെ ഓരോ ദിവസവും കുട്ടി അറ്റൈൻ ചെയ്യേണ്ട സ്കിൽസ്, തല എപ്പോൾ ഉറയ്ക്കും ദിവസമുണ്ട്, സോഷ്യൽ സ്മൈലിംഗ് എപ്പോൾ വരും കൃത്യം ദിവസമുണ്ട്, അതുപോലെ തന്നെ എന്ന് കമഴ്ന്ന് വീഴണം, എന്ന് നീന്തണം. ഈ വക കാര്യങ്ങളൊന്നും സാധാരണ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, കുഞ്ഞ് നീന്തിയായിരുന്നോ ഓർക്കണില്ല, കുഞ്ഞ് കമഴ്ന്ന് വീണായിരുന്നോ എല്ലാം ലേറ്റായിട്ടായിരുന്നു. പക്ഷെ എന്നാന്ന് അറിയത്തില്ല. ഏകദേശം 6-7 മാസം കഴിഞ്ഞു കാണും. ദിവസങ്ങൾ പോകുന്നത് മാസങ്ങൾ പോകുന്നതും തിരിച്ചറിയാറേ ഇല്ല. ഒന്നാമത് ഇതെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള ഭയം, ആ ഭയത്തിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നേരത്തെ തന്നെ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഇത് ശരിയാവുന്നില്ല, ഈ മൈൽ സ്റ്റോൺ കുഞ്ഞിൻ്റെ ശരിയാകുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു പക്ഷേ ആക്ഷൻ എടുക്കാൻ പറ്റുമായിരുന്നിരിക്കാം. എങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്കൊരു ധൈര്യം വേണം. ഇതിനെ നേരിടാം എന്നുള്ളൊരു ധൈര്യം വേണം. അപ്പം നേരിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചില പേരൻസ്, ഞാൻ ട്രെയിനിങ്ങുകളൊക്കെ പഠിക്കാൻ പോകുമ്പം ചിലരുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുള്ളത് കൊണ്ട് അവർ പോയിട്ട് സ്പീച്ച് തെറാപ്പി പഠിച്ചു, എന്നിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് കൊണ്ട്, സ്പീച്ച് ഇല്ലാത്തത് പരിഹരിക്കുന്നത് കൊണ്ട് മാത്രം ഈ കുഞ്ഞ് നോർമൽ ലൈഫിലേക്ക് പെട്ടെന്ന് വരും എന്നാണ് ഇവരുടെ ധാരണ. പക്ഷെ തിരിച്ചറിയുന്നത് പിന്നീടാണ്. കാരണം കുഞ്ഞ് വർഷങ്ങൾ കടന്ന് വരുമ്പോഴാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ തിരിച്ചറിയുന്നത് തന്നെ. അങ്ങനെ പല പേരൻസും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, തിരിച്ചറിഞ്ഞു കഴിയുമ്പം എനിക്ക് മനസ്സിലാകുന്നത് ഇവരെ അപ്സെറ്റ് ആകുന്നതോടുകൂടി കുഞ്ഞിൻ്റെ ട്രെയിനിങ് വഴിമുട്ടിപ്പോവുകയാണ്. കുഞ്ഞിന് സ്കിൽ ട്രെയിനിങ് ലെവലേശം ഉണ്ടാകുന്നില്ല. സ്കില്ലെന്ന് പറയുമ്പം എന്തൊക്കെ സ്കില്ലാണ്? പ്രധാനമായിട്ടും ലൈഫ് സ്കില്ലാണ്. ജീവസന്ധാരണത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ കുഞ്ഞിന് അറിയാതിരിക്കണം. അപ്പം എങ്ങനെയാണ് എൻ്റെ സ്വന്തം സെൽഫ് ഹെൽപ്പ് സ്കില്ല്, എൻ്റെ സ്വന്തം കാര്യങ്ങൾ എങ്ങനെയാണ് കൂളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം തന്നെ കുഞ്ഞിൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല, ടോയ്ലറ്റ് മുതൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ടൊരു സ്ഥലത്ത് കൊച്ചിന് പോകാൻ പറ്റത്തില്ല. മിക്ക പിള്ളേരും എത്രയോ കാലം പാമ്പേഴ്സിൽ കൂടെയാണ് പോകുന്നത്. അപ്പം ഇതെല്ലാം അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അവർക്കും ആഗ്രഹമുണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാത്തതാണ് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ഒരു സിംഗിൾ കൗൺസിലിങ്ങിൽ കൂടെ, അല്ലെങ്കിൽ 2-3 സെഷൻ കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ അമ്മയുടെ അല്ലെ അച്ഛൻ്റെ കൗൺസിലിംഗ്. ഈ കുഞ്ഞിൻ്റെ ഓരോ ഘട്ടവും മനസ്സിലാക്കാൻ തക്കവണ്ണം നിരന്തരമുള്ള ഒരു എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് ആണ് ശരിക്കും അവർക്ക് വേണ്ടത്. ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ്, പേരൻറ്റ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ്, അതാണ് ശരിക്കും അവർക്ക് വേണ്ടത്. പേരൻറ്റിനെ എൻറിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതത് സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, അത് ഷെയർ ചെയ്യാനായിട്ട് ഒരിടം ഇവർക്ക് വേണം. അത് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ധൈര്യം വേണം. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, ചില പേരൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിപ്പിച്ച് തന്നാൽ മതി, ആരും അറിയാതെ നാട്ടിൽ പോയിട്ട് തിരിച്ച് സ്കൂളിൽ കൊണ്ടേ കുട്ടിയെ ചേർക്കണം, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമാണെന്ന് എല്ലാവരും അറിയുന്നത് എനിക്ക് വലിയ നാണക്കേടാണ്. ഈ പ്രശ്നം ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, സംസാരിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന്. സംസാരിക്കുന്നത് കൊണ്ടല്ല പ്രശ്നങ്ങൾ അവസാനിക്കുന്നത്.
കുഞ്ഞിന് ജീവിക്കാനുള്ള ശേഷി കൈവരുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധർമ്മം. അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ജോലി നമ്മൾ ചെയ്യാതെ നമുക്ക് എങ്ങനെയെങ്കിലും കുട്ടി, എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കുട്ടിയൊന്ന് സംസാരിപ്പിച്ചു തരണം. പല സ്ഥലത്ത് പോയി പറ്റുന്നില്ലൊന്ന് സംസാരിപ്പിച്ചു തരാമോ? നമ്മൾക്ക് ആർക്കും അറിയത്തില്ല. സംസാരിപ്പിച്ചു തരിക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇൻപുട്ട് കൊടുത്ത് അയാൾ ഇത് എടുത്തതിന് ശേഷം അയാൾ നമുക്ക് തിരിച്ചു തരണം അല്ലേ? കൃത്യമായിട്ട് നമ്മൾ ചോദിക്കുന്നതിന് 1 വേർഡോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ ഒക്കെ ആയിട്ട് മറുപടി പറയണം. പക്ഷെ അനുഭവങ്ങൾ കാണിക്കുന്നത് കഥകൾ തന്നെ പറയാനായിട്ട് അവർക്ക് പറ്റും. അവർക്ക് നമ്മൾ ഒരു കഥയായിട്ട്, സാധാരണ ഒരു കാര്യം ഒരു കഥയായിട്ട് അവരെ പഠിപ്പിച്ചു കഴിയുമ്പം അവരമ്മയുടെ പേരൊക്കെ കൂട്ടി വളരെ സരസമായിട്ട് ചില പിള്ളേർ കഥകൾ പറയാറുണ്ട്. അത് നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കാറുണ്ട്. അപ്പൊ കഥ പറയാൻ, ഇമാജിൻ ചെയ്തിട്ട് അത് പറയാനായിട്ട് വരെയുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പൊ അവരെ നമ്മൾ എങ്ങനെയാണ് പരിപാലിച്ചെടുക്കേണ്ടത്? അത് നമ്മൾ ഡേ ടു ഡേ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ഷെയർ ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടാവണം. അതുപോലെ തന്നെയുള്ള പേരൻസ്, പല പേരൻസിനെ ഞാൻ ഒറ്റപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കാതെ ധാരാളം ആളുകൾ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ദാറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി. അതാണ് നമ്മളുടെ ഒരാശയം. അതാണ് കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ ആയിട്ട് നമുക്കൊരു സ്ഥലമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിറ്റിയെ അവെയർ ചെയ്യുക. ഏത് കമ്മ്യൂണിറ്റി? മനസ്സിലാക്കിയ ആളുകൾ ഒന്നിച്ച് ചേർന്ന് ഇരിക്കുക. എല്ലാവരെയും മനസ്സിലാക്കിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും അതിനുള്ള ക്ഷമയില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ കുഞ്ഞുങ്ങളുടെ പേരൻസ് എങ്കിലും മനസ്സിലാക്കാൻ തയ്യാറാകുക. യഥാർത്ഥത്തിലുള്ള പ്രശ്നം മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് കൃത്യമായിട്ട് പഠിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ഈ സൊസൈറ്റി അംഗീകരിക്കുകയല്ലേ? സൊസൈറ്റി നോർമലായിട്ട് അവരെ കാണുകയല്ലേ? ഒത്തിരി പേരൻസും നോർമൽ പിള്ളേരെ പഠിക്കാൻ വന്നാൽ അവരുടെ പേരൻസ് ചോദിക്കുന്ന ഒരു കാര്യം, ഈ കുട്ടി ഉപദ്രവിക്കുമോ, ബാക്കി കുട്ടികളെ ഉപദ്രവിക്കുമോ എൻ്റെ കുഞ്ഞിനെ? ശരിക്കും ഇവർ ഇൻറ്റൻഷനലി ഉപദ്രവിക്കുന്നതല്ല. നമ്മൾ അവരെ വേണ്ടവണ്ണം അവരെ കാണാത്തത് കൊണ്ടാണ്, അവർക്ക് നമ്മളുടെ ആശയം മനസ്സിലാകാത്തത് കൊണ്ടാണ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ടാണ്. പേർപ്പസ്ഫുള്ളി അവരാരും ഉപദ്രവിക്കുന്നതല്ല. ഒരടി അടിച്ചാൽ അതിന് ഇത്രമാത്രം ശക്തി ഉണ്ടെന്ന് പോലും, ആ എത്രമാത്രം ബലത്തിലാണ് ഞാൻ ചെയ്തതെന്ന് പോലും ഒരുപക്ഷെ അവരെ അറിയുന്നില്ല. പക്ഷെ അവരെ അതിൻ്റെ ബലം, അവർക്ക് എത്രമാത്രം ബലം ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എനിക്ക് വേദന എടുത്തു എന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമ്മളുടെ ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ വേദന എടുത്തു അതുകൊണ്ട് എന്നെ അടിക്കരുത് എന്ന് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതിനുള്ള ഒരു സമയം, ഒരു സിങ്കിങ് ടൈം നമ്മൾ അവർക്ക് അനുവദിച്ചു കൊടുക്കണം. അപ്പൊ പ്രധാനമായിട്ടും പേരന്റ് ഒരു ലൈഫ് ലോങ് ലേണർ ആവുകയാണ് വേണ്ടത്. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചെടുക്കുക. ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടത് കൊണ്ടോ അല്ലെ വേറെ ഏതെങ്കിലും ആളുകൾ പറയുന്നത് കേട്ടത് കൊണ്ടോ ഒന്നും ഈ പ്രശ്നത്തിന് പരിഹാരമാകത്തില്ല. നിരന്തരം പഠിക്കാനായിട്ട് തയ്യാറാവണം. നിരന്തരം പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെ നിരന്തരം പഠിക്കുന്ന ഒരാളാക്കി മാറ്റാനും സമൂഹത്തിൽ ചേർന്ന് പോകുന്ന ഒരാളാക്കി മാറ്റാനും അത് കണ്ട് സന്തോഷിക്കാനും അവരെ ഒരു പൊസിഷനിൽ എത്തിക്കാനും ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ധാരാളം കുഞ്ഞുങ്ങൾ അവരുടെ പ്രശ്നങ്ങളെ മറികടന്ന് സാധാരണ പോലെ, എല്ലാവരും ഇപ്പം ഹൈ പൊസിഷനിലുള്ള ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും എത്തണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ ഈ മനുഷ്യന് ജീവിക്കാനായിട്ട് പറ്റുമല്ലോ. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെട്ട് ആരുടെ കൂടെ വേണേലും ജീവിക്കാനായിട്ടുള്ള, നമുക്കൊരു 2 ദിവസം ഒരിടത്ത് നിർത്തിയിട്ട്, ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് ഒരിടത്ത് പോകണം. സാധാരണ പേരൻസ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഒരിടത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. നിരന്തരം ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മേലാതെ വന്നാൽ പോലും റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ, അല്ലെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ, ഇതിനെ ഒരിടത്താക്കിയിട്ട് പോകാൻ, അങ്ങനെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ഇരുത്തിയാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അല്ലെങ്കിൽ ബ്രദർ ഇൻ ലോയുടെ വീട്ടിലാക്കാം, സിസ്റ്റർ ഇൻ ലോയുടെ വീട്ടിലാക്കാം എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ആകുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ ഒരു കാര്യമല്ലേ? സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളും.
അങ്ങനെയൊക്കെയുള്ള അത്ഭുതകരമായ അവസ്ഥകളിലേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പൊസിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കുഞ്ഞായിട്ട്, അതിനനുസരിച്ചിട്ട് അഡാപ്റ്റേഷൻ ഉള്ള ഒരു കുഞ്ഞായിട്ട്, എവിടെയും ജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു കുഞ്ഞായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും, നിരന്തരം പാരന്റ് എൻറിച്ച്മെന്റ് നടക്കുകയാണെങ്കിൽ. അതിനായിട്ടുള്ള അവസരങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. അതിനായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് വേണ്ടത്. അതാണ് എൻ്റെ മനസ്സിലാക്കൽ. താങ്ക് യു.